നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ഡാൻസ് മാരത്തോൺ അതായിരുന്നു ഇന്നത്തെ വീക്ക്ലി ടാസ്ക്. അതായത് 10ാമത്തെ ആഴ്ചയിൽ അവർക്ക് കൊടുത്ത വീക്ക്ലി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡാൻസ് മാരത്തോൺ ആയിരുന്നു. നമുക്കറിയാം എല്ലാ വർഷവും ഇതുണ്ടാവും. വളരെ രസകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ടാസ്ക് കൂടിയാണ് ഡാൻസ് മാരത്തോൺ. എനിക്ക് ഏറ്റവും കൂടുതൽ സീസൺ 3-ലായിരുന്നു കുറച്ചും കൂടി ഒരുപാട് ഡാൻസ് പരിപാടികളായിരുന്നു സീസൺ 3-ൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഇതിൽ ആദ്യമാണ് ഒരു കലാപരമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം. ശരി, ഓക്കെ. അപ്പൊ ഇതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ കുറെ ക്യാരക്ടറുകൾ കൊടുക്കും. ആ ക്യാരക്ടർ അനുസരിച്ച് അവരെന്ത് ചെയ്യണം, പെരുമാറണം, ഡ്രസ്സ് ചെയ്യണം. അതുമായിട്ട് എന്ത് ചെയ്യണം, ബസർ കേട്ട് അടുത്ത ബസർ അടിക്കുന്നത് വരെ അതുമായിട്ട് ആ ക്യാരക്ടറിൽ തന്നെ നിന്ന് കളിക്കണം. അവരുടെ പാട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, ഓടി വന്ന് സ്റ്റേജിൽ വന്ന് കളിക്കണം. അപ്പൊ ഇവരുടെ എല്ലാവരും 10 ഗോൾഡ് കോയിൻ വീതം കൊടുത്തിട്ടുണ്ട്. ഈ ടാസ്ക് തീരുമ്പോൾ ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് ആരാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ഇവർക്ക് ഇഷ്ടാനുസരണം എന്ത് ചെയ്യാം, കോയിൻ കൊടുക്കാം. ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്നവർക്ക് എന്തോ ഒരു പവർ കിട്ടും എന്നും ഈ പറയുന്ന ബിഗ് ബോസ് പറയുന്നു. ഓക്കെ, ഇവിടെ ഇന്നത്തെ ടാസ്കിൽ എനിക്കൊന്ന് 5 പേരെന്തോ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആര്യൻ കളിച്ചു, പിന്നീട് ഷാനവാസ് കളിച്ചു, നൂറ കളിച്ചു, ലക്ഷ്മി കളിച്ചു, പിന്നെ ആരാ നമ്മുടെ സാബുമാൻ കളിച്ചു. ഇത്രയും 5 പേരെന്തോ കളിച്ചിട്ടുണ്ട്. അവരുടെ പെർഫോമൻസ് കഴിച്ചു. ബാക്കിയുള്ളവരുടെ 4 ആയിരിക്കും. ബാക്കി എത്ര 6 പേരുണ്ട്. അവരുടെ പെർഫോമൻസ് നാളെയായിരിക്കും. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്ത 2 പേരാണ്. അത് ഒന്ന് അനുമോള്, രണ്ടാമത്തെ സാബുമാനാണ്. ഈ 2 പേരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തത്. നമ്മൾ ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ അതിനെ കുറിച്ചൊക്കെ വീഡിയോയും കാര്യങ്ങളും കേട്ടു. പക്ഷേ മെയിൻ എപ്പിസോഡിൽ ഈ 2 പേരെയും കാണാനില്ല എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടായിരുന്നു, അനുമോളുടെ പെർഫോമൻസും കാണാനില്ല. ഈ പറയുന്ന സാബുവിന്റെ പെർഫോമൻസും ഈ പറയുന്ന മെയിൻ എപ്പിസോഡിൽ ഇല്ല. മെയിൻ എപ്പിസോഡിൽ അവർ ഫുൾ ഫോക്കസ് ചെയ്ത് കാണിച്ചത് ആര്യന്റെ പെർഫോമൻസ് ആണ്. പക്ഷെ ലൈവിലത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുമില്ല എന്നുള്ളതാണ് അല്ലേ. ലൈവില് പിന്നീട് ഈ പറഞ്ഞ ഫോക്കസ് ചെയ്തല്ലോ കാണാൻ, ദൂരെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ പെർഫോമൻസിന്റെ ഇടയിൽ അവരുടെ പെർഫോമൻസ് മുങ്ങിപ്പോവുകയാണ് നമ്മൾ കണ്ടത്. അപ്പോ ഇത്രയും നന്നായി പെർഫോം ചെയ്ത 2 പേരെ അവോയ്ഡ് ചെയ്തിട്ട് എന്തിനീ ആര്യന്റെ പെർഫോമൻസ്, ആര്യന്റെ ചുമ്മാ ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കും. ഇന്ന് മൊത്തം കാണിച്ചത് ആര്യന്റെ ആണെന്ന് പറയാം അല്ലേ. നമ്മൾ കാണാത്ത അടുക്കളയ്ക്കകത്തിൽ ഓരോ ചലനം അല്ലെങ്കിൽ ഒരു ഡാൻസ് നടക്കുമ്പോൾ തന്നെ അതിന്റെ ഇടയിലൊക്കെ ആര്യനെ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോ മുഖ്യമന്ത്രി ചിലപ്പോൾ പ്ലസിൽ കാണുമായിരിക്കും. പ്ലസിൽ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം പ്ലസ് അങ്ങനെ വലുതായിട്ട് ആരും കാണത്തില്ല എന്നുള്ളതാണ് സത്യം. പ്ലസ് അങ്ങനെ വലുതായിട്ട് ആരും കാണത്തില്ല. മെയിൻ എപ്പിസോഡാണ് എല്ലാവരും കാണുന്നത്. പ്ലസ് ഇനി കാണണമെങ്കിൽ വീണ്ടും അരമണിക്കൂർ പിന്നീട് കാത്തിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈ ഹോട്ട്സ്റ്റാറിൽ വരുന്നത് തന്നെ താമസിച്ചായിരിക്കും ചില TV അങ്ങനെ. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഈ മെയിൻ എപ്പിസോഡ് കാണുന്നതിന്റെ ഒരു പകുതി വ്യൂവർഷിപ്പ് പോലും പ്ലസിൽ ഉണ്ടാകാറില്ല. പ്ലസ് ഷൂട്ട് അല്ലെ കാണുന്ന മുമ്പെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതൊരു വലിയൊരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതൊരു ഫേവറിസം നിങ്ങൾ കാണിച്ചതുപോലെ സാരിന്റെ കാണിച്ചു. അതിന്റെ കൂടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത അവരുടെയെങ്കിലും എന്തെങ്കിലും കാണിക്കണ്ടേ? ഒന്നും കാണിച്ചില്ല. പിന്നീട് ഈ പറയുന്ന സാബുവിന്റെ കുറച്ച് അങ്ങോട്ടും ആ ഡാൻസ് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കളിച്ചു പോയില്ലേ ആ ഡാൻസ് വെച്ച്. പിന്നെ 1-2 ചിരിക്കുന്നതല്ലാതെ അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാനുള്ള കുറെ ഇൻസിഡൻസ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും കാണിച്ചില്ല. അതുപോലെ അനുമോളുടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ആപ്പിളുണ്ട്. ആ 1-2 ഇതല്ലാതെ അവള് ഈ പറയുന്ന ഷാനവാസുമായിട്ടുള്ള കുറെ കോമ്പുകളുണ്ട്. അനുമോളും സാബുമാനുമായിട്ടും, അനുമോളും ഷാനവാസുമായിട്ടും, അനുമോളും അനീഷുമായിട്ടും, അനുമോളും ആര്യനുമായിട്ടും ഇതൊക്കെയുണ്ട്. അപ്പൊ ഇതൊന്നും കാണിക്കാതെ ഇവർ ആര്യനെ മാത്രം ഫോക്കസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാവും കൃത്യമായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് സാബുമാനും ഈ പറയുന്ന അനുമോളുമാണ്. അത് 2 പേരും ജീവിക്കുക. 2 പേരും ഈ ടാസ്ക് കൊടുത്ത് അവസാനം വരെ ആ ടാസ്കിൽ നിന്ന്, ആ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ടില്ല. ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പിടിച്ചാണ് 2 പേരും പിന്നീട് പെർഫോം ചെയ്ത്. 2 പേരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു എന്ന് തന്നെ പറയാം. സാബുമാൻ ഡാൻസ് ആയിക്കോട്ടെ അടിപൊളിയായിട്ട് കളിച്ചു എന്നുള്ളതുമാണ്. ഇനി ആര്യൻ കളിച്ചില്ലെങ്കിൽ ചോദിച്ചാൽ ആര്യൻ പെർഫോം ചെയ്തു, അഫ്കോഴ്സ് പെർഫോം ചെയ്തു. പക്ഷെ അവനെ ആ ഒരു അത്രയ്ക്കൊരു ഇതിലേക്ക് എന്നുവെച്ചാൽ ആ ഒരു ക്യാരക്ടർ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഒരാണിന് ഒരു പെണ്ണിന്റെ ക്യാരക്ടർ കൊടുക്കും, അത് എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആര്യൻ ആ ഒരു ക്യാരക്ടർ കൊടുത്തത്. ആണ് പെൺവേഷം കെട്ടുമ്പോൾ ഏത് സീസൺ എടുത്ത് നോക്കിയാൽ അത് ശ്രദ്ധിക്കപ്പെടും. അന്ന് നമുക്കറിയാലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നമ്മുടെ റിയാസ് സലീം ശ്രദ്ധിക്കപ്പെട്ടത് അവനൊരു പെണ്ണിന്റെ പിന്നീട് ക്യാരക്ടർ കൊടുക്കുകയും അത് ഇപ്പം കുറച്ച് ചെയ്താൽ നമുക്ക് നന്നായിട്ട് തോന്നും. അപ്പൊ ആര്യന്റെ തന്നെ ഒരുപാട് സാധ്യതകളുള്ള ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അത്രയ്ക്ക് അവൻ അതത്ര സൂട്ടായില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ അവൻ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. അവൻ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടിയിട്ടും കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും അവൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒട്ടും ശ്രമിക്കാത്ത
നമ്മൾ ശ്രമിച്ചവരെ പറയുകയാണെങ്കിൽ പലരും ശ്രമിച്ചു, പിന്നെ പക്ഷെ അവർക്ക് ആ കലയുമായിട്ട് അല്ലെങ്കിൽ കലാപരമായിട്ട് അവർക്ക് ബന്ധമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞില്ലായിരിക്കും. അതിലിപ്പോൾ ഉദാഹരണം പറയാം, അനീഷ് ശ്രമിച്ചു, അതല്ലാതെ ടാസ്ക് കൊടുത്തിട്ട് ചെയ്യാതിരുന്നിട്ടില്ല. അവൻ ശ്രമിച്ചു, പക്ഷെ അവന് അത് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവില്ലാതെ. ഇപ്പൊ എല്ലാവർക്കും കലാപരമായിട്ടുള്ള കഴിവ് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അനീഷ് എപ്പോഴും അനീഷായിട്ട് തന്നെ, ആ ക്യാരക്ടറിനുള്ളിൽ തന്നെ അനീഷായിട്ട് നിന്ന് പെർഫോം ചെയ്താലേ അനീഷിന് കഴിഞ്ഞുള്ളൂ. ഒന്നൊന്നും. രണ്ടാമത് ഇത് ശ്രമിച്ചത് ആരൊക്കെ ചോദിച്ചാൽ പിന്നീട് ഈ പറയുന്ന നമ്മുടെ ആ നൂറയാവട്ടെ, നൂറ ത്രൂ ഔട്ട് ആ ഒരു പെർഫോമൻസ് എടുത്ത് നൂറയ്ക്ക് ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് സൂട്ട് ആവുന്നു. ആ ഡ്രസ്സ് അവൾക്ക് കുറച്ചുകൂടി സുന്ദരിയായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷെ എങ്കിലും അത്രയ്ക്കൊരു ഒരു പെർഫെക്ഷൻ പോലെ നമുക്ക് തോന്നിയില്ല. അവിടെ ഇവിടെ ഇങ്ങനെ നിന്ന് ആ ക്യാരക്ടർ പിടിച്ച് കളിച്ചു, നല്ല രീതിയിൽ ഒരുവിധം നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിച്ചു എന്നുള്ളതിന് പക്ഷെ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് നൂറ ശ്രമിച്ചു. ലക്ഷ്മിയുടെ കേസ് പറയുകയാണെങ്കിൽ ലക്ഷ്മിക്കും ഈ പറഞ്ഞതുപോലെ പിന്നീട് ഉർവശിയുടെ ക്യാരക്ടറാണ് കൊടുത്തത്. അപ്പം അതും ലക്ഷ്മി ആ ഒരു വേഷമായിക്കോട്ടെ, സംസാര രീതി ആയിക്കോട്ടെ, അതൊക്കെ ഒരുവിധം അതുമായിട്ട് മാച്ചപ്പ് ആവാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്യാരക്ടർ പിടിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഡാൻസും വലിയ തെറ്റില്ലാതെ, തീരെ തെറ്റില്ലാതെ ലക്ഷ്മിയും അവിടെ കളിച്ചു. ഷാനവാസിന്റെ കേസ് ഷാനവാസിന്റെ ഡാൻസ് കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഷാനവാസ് കുറച്ചുകൂടി ഈ പറഞ്ഞ നൂറ, ഈ ലക്ഷ്മി, അനീഷ് അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷാനവാസ് കുറച്ചുകൂടി മേളിലോട്ട് ത്രൂ ഔട്ട് അനുമോളുമായിട്ട് ഒരുപാട് കോംബോ ഉണ്ടായിരുന്നു. ഈ പറയുന്ന അനീഷുമായിട്ട് കുറെ കോംബോ ഉണ്ട്, അതൊന്നും കാണിച്ചില്ല കേട്ടോ. അതൊന്നും അവരെ കാണിച്ചില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന അനീഷുമായിട്ടുള്ള ഒരു കോംബോ കാണിച്ചെന്നല്ലാതെ വേറെ ഒന്നും കാണിച്ചില്ല. പക്ഷെ ആ ഒരു മുള്ളംകുല്ലി വേലായുധനല്ലേ, ആ വേലായുധന്റെ ആ ഒരു സ്റ്റൈലിലേക്ക്, ആ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ സാധിച്ചില്ല ഈ പറയുന്ന പിന്നെ ഷാനവാസിന്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള അക്ബർ ആയിക്കോട്ടെ, പിന്നെ ബിന്നിയുടെ കേസ് പറയണം. ബിന്നിക്ക് ഒരു ആണിന്റെ വേഷമാണ് കൊടുത്തത്. അതും ഒരുപാട് പിന്നീട് അവസരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ആൺ വേഷം കിട്ടുമ്പോഴും സാധ്യതകൾ ഒരുപാടാണ്. അവിടെയും ബിന്നിയെ കാണാൻ മറ്റൊരു ആളെ പോലെ ഇരിക്കുമെങ്കിലും അവിടെ ഡാൻസ് അത് കാണിച്ചില്ല. ആ ഡാൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആദ്യം ഷാനവാസ് കളിച്ചു, ബിന്നി അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്ന സാധനമുണ്ട്, അതെനിക്ക് ഭയങ്കര രസമായിട്ട് എനിക്ക്. പക്ഷെ അത് എപ്പിസോഡിൽ കാണിച്ചില്ല. പക്ഷെ ബിന്നിയും ശ്രമിക്കുന്നുണ്ട് അവസാനം വരെ ത്രൂ ഔട്ട് ആ ഒരു ക്യാരക്ടർ പിടിക്കാൻ വേണ്ടിയിട്ട് ബിന്നി ശ്രമിക്കുന്നുണ്ട്. ഒട്ടും ശ്രമിക്കാതായിട്ട് എനിക്ക് തോന്നിയത് പറയുന്ന അക്ബർ ഒട്ടും ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതായത് മറ്റേ എനിക്ക് തോന്നുന്നത് നമ്മുടെ മിന്നൻ മുരളിയുടെ ആ ഒരു ക്യാരക്ടറാണ് അക്ബറിന് കൊടുത്തത്. പക്ഷെ അക്ബർ ഒരു ഇതും ശ്രമിച്ചായിട്ട് തോന്നില്ല. ഈ പറയുന്ന മുഖം മൂടി വെച്ചുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കുക ഒക്കെ ചെയ്തല്ലാതെ വേറെ ഒന്നും അക്ബറിനെ കൊണ്ട് സാധിച്ചില്ല. അതുപോലെ നെവിനാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത്. നെവിന് കിട്ടിയത് മോഹൻലാലിന്റെ, എനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ പഴയ പേര് ഗാന്ധർവത്തിലുള്ള ആ മോഹൻലാലിന്റെ ഒരു ഡാൻസ് ഉണ്ടല്ലോ, പാട്ട് മറന്നത്. ഓക്കെ, അതിലും ലാലേട്ടൻ അതിനകത്തൊരു ഫെമിനിൻ ടച്ചുള്ള രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് അതിനകത്ത്. അപ്പൊ അത് നെവിന് നല്ല രീതിയിൽ പിന്നെ പെർഫോം ചെയ്യാമായിരുന്നു, അവൻ അതിന് കഴിയുമായിരുന്നു. പക്ഷെ അവൻ അതിന് മെനക്കെട്ടില്ല എന്നാണ് നമുക്ക് തോന്നിയത്. അവനത് മെനക്കെട്ടില്ല. അവൻ അവിടെ എവിടേക്ക് ഇരിക്കുകയും അപ്പോഴും ആപ്പിളും കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം പിന്നെ ആദില ഒട്ടും പെർഫോം ചെയ്തില്ല, ചുമ്മാ വേഷം കെട്ടി അവിടെ ഇരിക്കുന്നതല്ലാതെ ഒരു പെർഫോമൻസും ആദില, ഈ പറയുന്ന അക്ബർ ഇവരൊന്നും ചെയ്തിട്ടില്ല. നെവിൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്തൊക്കെ പറയുന്നതല്ലാതെ വേറെ. പക്ഷെ നെവിനിൽ നമ്മൾ ഇതല്ല പ്രതീക്ഷിക്കുന്നത്, ഇതിനെക്കാട്ടി അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അനുമോളും ഈ പറയുന്ന സാവുമോനും. അനുമോളൊക്കെ ഈ നമ്മുടെ കിലിക്കത്ത് നന്ദിനി എന്ന് പറയുന്ന രേവതിയുടെ ആ ഒരു വേഷം നല്ല കൃത്യമായിട്ട് അനുമോൾ ചെയ്ത്, അനുമോൾക്ക് അത് സൂട്ട് ആവുന്നുണ്ട്. അവരുടെ പൊക്കവും അതൊക്കെ അവളുടെ രൂപവും എല്ലാം ഒക്കെ ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ സൂട്ട് ആവുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും അനുമോൾക്ക് നല്ല രീതിയിൽ അവൾ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കി എനിക്ക് പ്ലസിൽ കാണുമായിരിക്കും. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് സാബുമോനാണ്. സാബുമോന് കൊടുത്തത് എന്താണ്, നമ്മുടെ ഭൂതത്തിന്റെ പട്ടണത്തിൽ ഭൂതം, അതിന്റെ ക്യാരക്ടറായിരുന്നു. പക്ഷെ സാബുമോൻ അതിന് അടിപൊളിയായിട്ട് മോഡുലേഷനൊക്കെ കൊണ്ടുവന്ന് സൗണ്ടൊക്കെ മാറ്റി, അതായത് മമ്മൂട്ടി അതിൽ പറയുന്ന അതേ സൗണ്ടിൽ കൊണ്ടുവരികയും ഈ ആക്ഷൻ കൊണ്ടുവരികയും നടക്കുന്ന രീതി, ആ ക്യാരക്ടർ പിടിച്ചുകൊണ്ട് ഒരുപാട് അനുമോളുമായിട്ടായിക്കോട്ടെ എല്ലാവരുമായിട്ട് അവൻ കോംബോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുമായിട്ട് നല്ല തമാശ പടരുന്ന, നമുക്ക് ചിരി വരുന്ന കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മെയിൻ എപ്പിസോഡിൽ കാണിക്കുന്നത് വളരെ വളരെ അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നു. മെയിൻ എപ്പിസോഡിൽ കാണിക്കരുത്. നല്ല രീതിയിൽ ചെയ്തവരെ മെയിൻ എപ്പിസോഡിൽ കാണിക്കും, അവർക്കത് വോട്ട് കിട്ടാനുള്ള ഒരു ചാൻസ് ആണ്. അവിടെ നിങ്ങൾ ഈ പറയുന്ന അവിടെ ഒരു പക്ഷഭേദം കാണിച്ചതുപോലെ, ആര്യനെ കൂടുതലായിട്ട് പ്രൊജക്ട് ചെയ്തതുപോലെ എനിക്ക് മെയിൻ എപ്പിസോഡിൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരും ചെയ്യുന്നല്ല, പക്ഷെ ആര്യനെ കാട്ടി നല്ല രീതിയിൽ ചെയ്തവരുണ്ട്. അവരെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അവരെ ഇനിയിപ്പം പ്ലസിലോട്ടാണ് നിങ്ങൾ പ്ലസിൽ അതായിരിക്കുമല്ലോ കാണിക്കുന്നത്, വേറെ ഒന്നും കാണത്തില്ലല്ലോ. അപ്പൊ പ്ലസിലോട്ട് കൊണ്ടുപോയത് അത്രയ്ക്ക്
ഇവരെ ഈ നമ്മളെ മെയിൻ എപ്പിസോഡിൽ ഇവരെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കും, ഇവർ മെയിൻ ആയിട്ട് പറഞ്ഞൊക്കെ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ അത് ചെയ്തില്ല. അതൊരു അൺഫെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, എനിക്ക് അങ്ങനെ തോന്നി. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ബാക്കി നാളെയാണ്. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് PR-നെ കുറിച്ചാണ് അല്ലേ. അനുമോൾ 16 ലക്ഷത്തിന്റെ PR വാങ്ങിയെന്നോ PR കൊടുത്തുവെന്നോ 50,000 അഡ്വാൻസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി വന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും, ഞാൻ മനസ്സിലാക്കുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാം ആർക്കൊക്കെ അവിടെ PR ഉണ്ട്. അവിടെ ഈ വലിയ വായിൽ പറഞ്ഞ ബിന്നി ഉൾപ്പെടെ PR ഉണ്ടെന്നും, അക്ബർ, ഈ പറയുന്ന ഷാനവാസ്, അനീഷ് കൊടുക്കത്തെ PR ആണ് എല്ലാവർക്കും. ഈവൻ സാബുമോൻ, ഇപ്പം പോയ സാബുമോൻ വരെ PR കൊടുത്തിട്ടാ പോയിരുന്നത്. അതിപ്പോ അവരെ കുറ്റം പറയുന്നതല്ല, ആരെയും കുറ്റം പറയേണ്ട. അവരൊക്കെ ഇതൊക്കെ ഈ ഇതിനകത്തോട്ട് പോകുന്നവർ ഇപ്പൊ എല്ലാവരും ചെയ്തിട്ടാ പോകുന്നത്. കാരണം നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളിരിക്കട്ടെ, അതിപ്പോ എല്ലാ മേഖലകളിലും ഉണ്ട്. ഇവിടെ ഈ മണ്ടി എന്ത് ചെയ്തു, ഇത് വന്ന് തുറന്നു പറഞ്ഞു. അപ്പൊ ഇതൊരു വലിയ തെറ്റല്ല, എല്ലാവരും ചെയ്യുന്നതാണ്, ഞാനും ചെയ്യുന്നു. അപ്പം ഇതൊരു തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ കാണിക്കുന്ന എന്തോ ഒരു അൺഫെയർ ആണ് എന്നൊരു തോന്നൽ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അവരത് പറയത്തില്ല, ഒരു മനുഷ്യരടുത്ത് പറയത്തില്ല. ഇവിടെ കാണുന്നവർക്ക് എല്ലാവരുടെ വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തു. അവരതിനെ കൃത്യമായിട്ട് ഇപ്പൊ യൂസ് ചെയ്തു. അവരുടെ ഈ പറയുന്ന ബിന്നിയൊക്കെ വന്ന് കരയുന്നുണ്ട്. ബിന്നി എന്ത് PR കൊടുത്തില്ല. ബിന്നി കഴിഞ്ഞ വട്ടം അഭിലാഷിന്റെ പറഞ്ഞത് ചേട്ടനടുത്ത് പറയണം നല്ല രീതിയിൽ PR ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ബിന്നിയാണ്. ഇതാണ് ഇവിടുത്തെ ബിഗ് ബോസ്. നമ്മുടെ വായിൽ നിന്നൊരു സാധനം വീണ് അതിനെ അവർ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അത് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പറയും. പിന്നെ ഈ 16 ലക്ഷത്തിന്റെ കേസ് അനുമോൾ ഒരിടത്തും പറഞ്ഞതായിട്ട് നോക്കാൻ ആരും പറയത്തൂല്ല. അല്ലെങ്കിൽ 16 ലക്ഷത്തിന്റെ PR ആരെങ്കിലും കൊടുക്കും, അത്ര മണ്ടികൾ ഇവിടെ ഉണ്ട്. ഇത് അക്ബറിന്റെ വായിൽ നിന്ന് വീണ സാധനമാണ്. അക്ബറിന്റെ വായിൽ നിന്ന് വീണാണ് അത് പരന്ന് ബിന്നി ഒടുക്കം അവസാനം കൊണ്ടുവന്ന് അനുമോൾ എന്റെ അടുത്ത് പറഞ്ഞതാണ് എന്ന് വരുത്തി തീർത്തതാണ് സംഭവം. അനുമോൾ പറഞ്ഞിട്ടുണ്ട് PR കൊടുത്തിട്ട് ഞാൻ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ 16 ലക്ഷത്തിന്റെ കേസൊക്കെ ഈ പറയുന്ന ബിന്നി പറഞ്ഞത് കള്ളമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊരു ലോജിക്കൽ ചിന്തിച്ചിരുന്നത്. പിന്നെ ഒന്നുകൂടി പറയാനുള്ളത്, PR എന്ന് പറഞ്ഞ വലിയ തെറ്റൊന്നുമില്ല. എല്ലാവരും ഇപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന ആര്യനൊക്കെ നല്ല മുട്ടം PR ആണ്. ആര്യൻ, ജിസയില്, അവർക്ക് നല്ല മുട്ടം PR. നമ്മളിപ്പം യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് പേര്, പല ഏജന്റുമാരും വന്ന് ഇങ്ങനെ ചോദിക്കും കൊടുക്കാറുണ്ടോ. അപ്പൊ നമ്മൾ ആദ്യം പറയാം ആർക്കാണ് നമ്മൾ ചോദിക്കും, പേരറിയണമല്ലോ. പേര് ചോദിക്കും. പലവരെയും അതിനകത്തുണ്ടായിരുന്ന അതിനകത്ത് പുറത്തു പോയ പലവരുടെയും PR-ന് വേണ്ടി നമ്മളെ സമീപിച്ചിട്ട് നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സുകൾ തന്നെയാണ്. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് റിവ്യൂ ഇടുന്ന അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ആരൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഉണ്ട്, ഇത് എങ്ങനെയൊക്കെയാണ് അവർ അപ്രോച്ച് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം, ഈ പറയുന്ന നമ്മുടെ സുഹൃത്തു വലയത്തിലുള്ള ഒരൊറ്റ എണ്ണം പോലും ഈ ഒരു PR എടുക്കത്തില്ല. എടുക്കാൻ പോയെന്നാണ്. ഒരുത്തന്റെ PR എടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം തൊലഞ്ഞു. മനസ്സിലായോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ പറയുന്ന ആത്മാർത്ഥമായിട്ട് റിവ്യൂ ഒന്നും പറ്റത്തില്ല. നമുക്ക് ഒരാളെ കുറ്റം പറയണമെങ്കിൽ പറ്റത്തില്ല. ഇപ്പൊ എന്റെ ഒരു കേസ് നിങ്ങൾ ഇപ്പൊ ഒരുപാട് പേര് പറയുന്നത് PR ആണ്, ഈ പറയുന്ന അനുമോളുടെ PR ആണ് പറഞ്ഞോളൂ, എനിക്ക് ഒരു പ്രശ്നമില്ല. എന്റെ പിന്നീട് ബിഗ് ബോസ് റിവ്യൂ കാണുന്ന എല്ലാവർക്കും സീസൺ 2 മുതൽ തുടങ്ങിയ റിവ്യൂ ആണ്. അവിടെയൊക്കെ അറിയാം എനിക്ക് ഒരു പകുതി കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, ഞാനും റിവ്യൂവറിനെക്കാട്ട് ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, ഞാൻ പിന്നെ അയാളെ സപ്പോർട്ട് ചെയ്യും. അതിനിപ്പോ എന്തായിക്കോട്ടെ. അതിപ്പം സീസൺ 2 രജിസ്ട്രാർ ആവട്ടെ, സീസൺ 3 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന പിന്നീട് നമ്മളെ മണിക്കുട്ടനായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടം സായിയായിരുന്നു. ഞാൻ സായിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ആ സമയത്ത്. സീസൺ 4 പിന്നീട് ഈ പറഞ്ഞതുപോലെ എന്താണ് ഡോക്ടർ റോബിൻ, സീസൺ 5 അഖിൽമാറാരൊക്കെ ഈ പറഞ്ഞ എനിക്ക് ശത്രുവായിരുന്നു പുറത്ത്. അതിനുശേഷം കളി കണ്ടാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തത്, സപ്പോർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ ഇന്ന ആൾ കൊള്ളാം, ഇന്ന ആൾ ജെന്യൂനാണ്, അവരെ സപ്പോർട്ട് ചെയ്യും. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. സീസൺ 6 കഴിഞ്ഞ സീസണിൽ ആരാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ എനിക്ക് ഇഷ്ടം തുടക്കം സിജോ ആയിരുന്നു. സത്യം പറഞ്ഞാൽ സിജോ ആയിരുന്നു ഇഷ്ടം. പിന്നെ അവൻ പോയതിനു ശേഷം പിന്നെ എനിക്ക് ആരെയും അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധിച്ചില്ല. ജിൻഡയൊക്കെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് കിട്ടിയ തെറിവിളികൾ എന്ന് വെച്ചാൽ ഒരു അപാര തെറിവിളികളായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ ആ സീസൺ ഞാൻ അവസാന ഘട്ടങ്ങളിൽ ഈ പറയുന്ന ജാസ്മിനും ഈ പറയുന്ന ജിൻഡയും കൂടി വന്നപ്പോഴും ജിൻഡ ജയിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതല്ല. ഈ പ്രാവശ്യം ആദ്യം തുടക്കകാലങ്ങളിൽ നോക്കിയാൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇട്ടത്. എല്ലാവരുടെയും ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ PR എന്ന് പറയും, മറ്റൊരാളെ വിമർശിക്കുമ്പോൾ നീ മറ്റൊരാളെ PR ആ രീതിയിൽ അത് എല്ലാ വർഷവും. അതുകൊണ്ട് തന്നെ അത് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് നെവർ മൈൻഡ്, നമുക്കൊന്നും തോന്നാറില്ല. ഇപ്പൊ ഇത്രയും വന്നപ്പോൾ അതൊരു ജെന്യൂൻ ആയിട്ടുള്ള കൊച്ചാണ്, അതിനെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ സപ്പോർട്ട്, അത്രയേ ഉള്ളൂ. നിങ്ങൾ അതിനെ PR വാങ്ങിച്ചെന്നോ പണം വാങ്ങിച്ചെന്നോ എന്തൊക്കെ പറഞ്ഞാലും നെവർ മൈൻഡ്. നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.